നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പൂർത്തിയായി. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായത്. സാധ്യതാ പട്ടികയിലുണ്ടായിരുന്ന ചിലരെ നിലനിർത്തിയും മറ്റു ചിലരെ ഒഴിവാക്കിയുമാണ് അന്തിമ പട്ടിക. സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക ആയെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം ഈ മാസം 26-നായിരിക്കും ഉണ്ടാവുക. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിന് ശേഷം PBയുടെ അനുമതിയോടെയായിരിക്കും ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ഒരു പോളിറ്റ് ബ്യൂറോ അംഗം, 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, ഒരു മന്ത്രിയടക്കം 4 MLA മാർ, 3 CPM ജില്ലാ സെക്രട്ടറിമാർ എന്നിങ്ങനെ കരുത്തരായ നേതാക്കളെയാണ് CPM ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രംഗത്തിറക്കിയിരിക്കുന്നത്. ഇനി ആരൊക്കെയാണെന്ന് നോക്കാം. സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നത് പോലെ ആലത്തൂരിൽ മന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ K രാധാകൃഷ്ണൻ തന്നെയായിരിക്കും മത്സരിക്കുക. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KK ശൈലജ MLA വടകരയിലും TM തോമസ് ഐസക് പത്തനംതിട്ടയിലും എളമരം കരീം കോഴിക്കോടും മത്സരിക്കും. പൊന്നാനിയിൽ മുൻ മുസ്ലിം ലീഗ് നേതാവ് KS ഹംസ CPM സ്ഥാനാർത്ഥിയാകും. പൊന്നാനിയിൽ പൊതു സ്വതന്ത്രനായിട്ടാണ് ഹംസയെ മത്സരിപ്പിക്കുന്നത്. മലപ്പുറത്ത് DYFI സംസ്ഥാന പ്രസിഡന്റ് വസീഫ് സ്ഥാനാർത്ഥിയാകും. VP സാനു, അഫ്സൽ എന്നിവരുടെ പേരും ഇവിടേക്ക് നേരത്തെ പരിഗണിച്ചിരുന്നു. ചാലക്കുടിയിൽ മുൻ മന്ത്രി C രവീന്ദ്രനാഥ് മത്സരിക്കും. എറണാകുളത്ത് KSTA നേതാവ് KJ ഷൈൻ ആയിരിക്കും മത്സരിക്കുക. യേശുദാസ് പറപ്പള്ളി, KV തോമസിന്റെ മകൾ രേഖ തോമസ് എന്നീ പേരുകളും എറണാകുളത്തേക്ക് പരിഗണിച്ചിരുന്നുവെങ്കിലും KG ഷൈനെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പാലക്കാട് CPM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനും, കണ്ണൂരിൽ CPM ജില്ലാ സെക്രട്ടറി MV ജയരാജനും, കാസർഗോഡ് CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനും, തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി V ജോയ് MLAയും മത്സരിക്കും. കൊല്ലത്ത് M മുകേഷ് MLA ആയിരിക്കും മത്സരിക്കുക.